Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുളിശ്ശേരിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഈ ഒരു പഴം പുളിശ്ശേരി. നമ്മളിപ്പോൾ ഓണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും പഴമൊക്കെ ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ ആ പഴം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പഴം പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒത്തിരി പഴുത്ത പഴമല്ല, ഒരു മീഡിയം പാകമായിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുവിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനിത് നാലായി മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുരുവിൻ്റെ ഭാഗം ഒന്ന് ചെത്തി കളയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി പഴുത്ത പഴം എടുക്കുമ്പോൾ നമ്മുടെ കറിയിൽ അത് വെന്തുടഞ്ഞു പോവും. അതുകൊണ്ടാണ് കുറച്ച് മീഡിയം പാകമായിട്ടുള്ള പഴം എടുത്തിട്ടുള്ളത്. അങ്ങനെ പഴം മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 പച്ചമുളക് നടുകെ കീറിയതും, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാനായി വെക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള നാളികേരത്തിൻ്റെ അരപ്പ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് നാളികേരം ചിരകിയതും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും, പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് ഈ ഒരു അരപ്പൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതോടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴമൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഒത്തിരി വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് വരെ വേണ്ടൂ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരിട്ടിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കിടക്കും. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു കറിയുടെ ചാറ് തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ടീസ്പൂണല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് ചാറ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. തിക്നെസ് മാത്രമല്ല കേട്ടോ, അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അത് ഓപ്ഷനിലാണ്, മധുരം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായി വറ്റി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര്, നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള തൈര് വേണം. അതിൽ കട്ടയൊന്നുമില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരെ വേണ്ടൂ. അപ്പോൾ നമ്മുടെ തൈര് ഒഴിച്ചതിന് ശേഷം കറിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിടാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക് ഇത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു താളിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം പുളിശ്ശേരി. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.